നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. രക്ഷകനായി അവൻ എന്ന് വരും, സുൽത്താൻ്റെ മടങ്ങി വരവെന്നാണ് ബ്രസീലിയൻ ആരാധകർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നെയ്മർ ജൂനിയർ എന്ന അവരുടെ പ്രിയപ്പെട്ട സുൽത്താൻ്റെ കളിക്കളത്തിലേക്കുള്ള മടങ്ങി വരവ് കാരണം നെയ്മറില്ലാത്ത ബ്രസീൽ ആർക്കും കയറി തോൽപ്പിക്കാവുന്ന ടീം എന്ന രൂപത്തിലേക്ക് വീണു പോകുന്നുവോ എന്നവർ ഭയക്കുന്നു. ഇപ്പോൾ പരാഗ്വയാണ് അവരെ തോൽപ്പിച്ചു പോയിരിക്കുന്നത്. ഇതിനു മുമ്പ് 7 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചിട്ട് ഒറ്റ ജയം മാത്രം ഉണ്ടായിരുന്ന പരാഗ്വയെ ബ്രസീലിനെ തോൽപ്പിച്ചിരിക്കുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നെയ്മർ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തിയെങ്കിലാണ് അവർക്കിനി ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നൊക്കെ ആരാധകർ ചിന്തിക്കുമ്പോൾ ഇന്നലെ പുറത്തു വന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒക്ടോബർ മാസത്തിലെ മത്സരങ്ങൾക്കും നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്ന്. നവംബറിൽ നെയ്മർ തിരിച്ചു വന്നേക്കുമെന്ന പ്രതീക്ഷ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനുണ്ട്. ഇനി അതുമല്ലെങ്കിൽ പിന്നെ 2025 വരെ കാത്തിരിക്കാനും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ തയ്യാറാണ് എന്നാണ് ഇന്നലെ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിക്ക് ശേഷം, പരാഗ്വയോടുള്ള ബ്രസീലിൻ്റെ തോൽവിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ചിനോട് നെയ്മറുടെ തിരിച്ചുവരവിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു. അതിനുള്ള കോച്ചിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ആദ്യം നെയ്മർ ഒന്ന് തിരിച്ചു വന്ന് ക്ലബിന് വേണ്ടി കളിച്ചു തുടങ്ങട്ടെ, അതുവരെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ എപ്പോഴും നെയ്മറുമായി ബന്ധപ്പെട്ട് കോൺടാക്റ്റ് നിലനിർത്തുന്നുണ്ട്. നെയ്മറുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധരായി രംഗത്തുണ്ട്. വളരെ പെട്ടെന്ന് അദ്ദേഹം തിരികെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇതൊരു സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ ക്ലിയർ ചെയ്ത് പോകാനുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്ലബ്ബിൽ അദ്ദേഹം കളിക്കട്ടെ, ക്ലബ്ബിൽ എല്ലാ സിറ്റുവേഷനിലൂടെയും അദ്ദേഹം കടന്നു പോകട്ടെ. അതിനുശേഷം തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് ടീമിലേക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മൾ കെയർഫുള്ളായിട്ട് വേണം നെയ്മറുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എന്നാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നത്. ചുരുക്കത്തിൽ അടുത്ത മാസത്തെ മത്സരങ്ങൾക്കും നെയ്മർ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കോച്ചിൻ്റെ വാക്കുകളും ആ സൂചനയാണ് നൽകുന്നത്. അതേസമയം ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിച്ചില്ലെങ്കിലും അടുത്ത മാസം നെയ്മർ അൽ ഹിലാലിന് വേണ്ടി കളിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതിപ്പോഴും ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. കാരണം ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റിൽ നെയ്മർ പരാജയപ്പെട്ടിരുന്നു എന്നും സെപ്റ്റംബർ 25-ന് വീണ്ടും ടെസ്റ്റ് നടത്തുന്നു എന്നുമാണ് സൗദി അറേബ്യൻ സോഴ്സുകളിലെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.